ഈ പണി ഞാൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് അവർ ചിന്തിക്കുന്നതിന് അവർ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു CRM കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? 3 ആളത് 30 ആളായത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്കൊരു 3-4 സ്റ്റാഫ് ഉണ്ടാവും. ഈ 3-4 സ്റ്റാഫ് ചിലപ്പോൾ എന്ത് ചെയ്യൂല, ഈ പറയുന്ന സാധനത്തിൽ കൃത്യമായിട്ട് ചെയ്യൂല. ഹായ്, ദിസ് ഇസ് ജയ്സൽ. എന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഓരോ ദിവസവും പഠിച്ച് കുറേ സാധനങ്ങൾ റിസർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ചും സെയിൽസിനെ കുറിച്ചിട്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സി ദ തിങ് ഈസ്, വെൻ ഇറ്റ് കംസ് ടു സെയിൽസ്, നമ്മൾ സാധാരണഗതിയിൽ ചിന്തിച്ചു നോക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കുണ്ട് CRM. അഖിൽ ഓൾറെഡി CRMുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. സോ നമ്മൾ ഇന്നത്തെ ദിവസം CRMനെ കുറിച്ച് പറഞ്ഞാലും തീർച്ചയായിട്ടും ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. ഭയങ്കര വലിയ താത്വികമായിട്ടുള്ള അവലോകനം നമുക്ക് ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു ബിസിനസ് ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു പക്ഷേ ഒരു സ്റ്റാഫൊക്കെ ഉള്ളൊരു ഒരാളാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യന് എന്താണ് CRM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരായിരിക്കും പറയാൻ വേണ്ടി പറ്റുക? CRM എന്ന് പറഞ്ഞാൽ അതൊരു ടേമാണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം, അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്റ്റാഫ് എന്നല്ല, നമ്മൾ ഒരാളെ ഉള്ളെങ്കിൽ പോലും നമ്മളത് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അപ്പം ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്കൊരു 100 കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിൽ വരുന്നുണ്ട്. ഈ 100 കസ്റ്റമറിൻ്റെ ഡാറ്റ, അയാൾ ലാസ്റ്റ് എപ്പോഴാണ് വന്നു പോയത്, അല്ലെങ്കിൽ ലാസ്റ്റ് അയാൾ എന്താ വാങ്ങിപ്പോയത്, ഈ ഇൻഫർമേഷനൊക്കെ നമുക്കുണ്ട് എന്ന് വിചാരിക്കാം. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇയാളെ കാണുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വിളിക്കാൻ പറ്റും. എല്ലാവരും സാധാരണ ഫോണിൽ കോൺടാക്ട് ഒക്കെ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ഫോൺ ബുക്കിൽ സേവ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ CRM എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇയാൾ എന്തായിരുന്നു നമ്മളെടുത്ത് ചെയ്തത്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, അയാൾ നടത്തിയ ട്രാൻസാക്ഷൻസ്, അയാൾ ഇതിനു മുമ്പ് നടത്തിയ ഇൻട്രാക്ഷൻസ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചൊക്കെ അയാൾ വിളിക്കാൻ പറ്റും. പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഈ CRM പോലത്തെ ഒരു സംഗതി, ഒരു ആപ്പ് നമ്മൾ ഓൾറെഡി CRM ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ. കാര്യം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ട്. ചെറിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആൾക്കാരുമായിട്ട് വീണ്ടും, പ്രത്യേകിച്ച് മുന്നേ വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് അവയ്ക്കൊന്നും കാണുന്നില്ല കേട്ടോ എന്ന് ചോദിക്കുന്നതും CRMന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. അത് കസ്റ്റമർ റിലേഷൻഷിപ്പ്. നമ്മൾ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഗെറ്റ് ലീഡ് എന്ന് പറഞ്ഞിട്ട്, അത് ഈ പ്രൊഡക്റ്റ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിനകത്ത് ചിട്ടയായിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളതൊരു ഓർഗനൈസ്ഡ് ആക്കി ഈ പറയുന്ന കസ്റ്റമറിൻ്റെ ഇൻഫർമേഷൻ കൃത്യമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുക്കാനും എപ്പോൾ വേണമെങ്കിലും ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യാനും പറ്റും. അതിനാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. പറയുമ്പോൾ നമ്മൾ രണ്ടും പറയണം, പ്രത്യേകിച്ചും ഗുണവും പ്രോസും കോൺസും എല്ലാം നമ്മൾ പറഞ്ഞു പോകണമെന്നല്ല. പലപ്പോഴും ചില ആൾക്കാർ ചോദിച്ചു കേട്ടിട്ടുണ്ട്, നമുക്ക് ഓൾറെഡി എക്സൽ ഉണ്ടല്ലോ, എക്സൽ ഷീറ്റ് ഉണ്ട്, പേപ്പർ ഉണ്ട്, എഴുതി വെച്ചാൽ പോരെ, CRM പോലൊരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എങ്ങനെയായിരിക്കും? എക്സൽ ഷീറ്റ് സാധാരണ ഒരുവിധം ആളുകളൊക്കെ എക്സൽ ഷീറ്റ് വെച്ചിട്ടാണ് ഈ പറയുന്ന ചെറിയ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്ന എക്സൽ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് മാനേജ് ചെയ്യുക. ഈ എക്സൽ ഷീറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു അതിന്റെ സ്ട്രക്ചർ നമുക്കൊക്കെ അറിയാലോ. എക്സൽ ഷീറ്റ് നമ്മളൊക്കെ എക്സൽ ഷീറ്റ് കണ്ടതാ. അതിന്റെ ഒരു സ്ട്രക്ചർ ഒരു കുറേ കള്ളികൾ ഇങ്ങനെ ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾ ഒരു 10,000 ഡാറ്റ ഉള്ളതായിട്ട് സങ്കല്പിക്കുക. പോട്ടെ 10,000 ചെറിയ ബിസിനസ്സുകൾക്ക് 10,000 ഡാറ്റ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമ്മളൊരു 500 ഡാറ്റ 500 ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 500 ഡാറ്റ ഒരു എക്സൽ ഷീറ്റിലുള്ളതിന്റെ അകത്തുനിന്ന് ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന അറിയോ? അതിങ്ങനെ ഒരു ടേബിൾ പോലെ ഉണ്ടാവും. ഈ ടേബിളിന് ഈ ഡാറ്റ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. CRM അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സംഭവമാണ്. അതായത് ഈ എക്സൽ ഷീറ്റിൽ ഉള്ളതിനേക്കാളും വളരെ ഓർഗനൈസ് ആയി, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു കസ്റ്റമർ പേര്, ജസ്റ്റ് ഒരു ഫോൺ നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ പേര് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ കസ്റ്റമർ ഇതുവരെ നടത്തിയ ട്രാൻസാക്ഷൻ, അയാളെ ഏത് കാറ്റഗറി ഓഫ് കസ്റ്റമറാണ്. നമ്മൾ കസ്റ്റമറൊക്കെ നമുക്ക് കാറ്റഗറി ചെയ്യാം. ചിലപ്പോൾ പ്രീമിയം കസ്റ്റമർ, ചെറിയ കസ്റ്റമർ, എന്നും 1000 രൂപയുടെ മേലെ വാങ്ങുന്ന കസ്റ്റമർ, അങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നമുക്ക് എടുക്കാനും അതിനൊക്കെ ഭയങ്കര എളുപ്പമാണ് നമുക്കൊരു സിസ്റ്റം CRM സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ. എക്സൽ ഷീറ്റ് ചെയ്യാൻ പറ്റൂല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനുള്ളൊരു സമയവും ഒരു മാനസികാവസ്ഥയൊന്നും ഈ പറയുന്ന ചെറിയ ബിസിനസ് ഓണർക്ക് ഉണ്ടാവില്ല. പിന്നെ ടീമാണെങ്കിൽ ടീമിന് തീരെ ഇല്ല. കാരണം ആർക്കും ഇഷ്ടമുള്ളൊരു സംഭവമല്ല ഈ പറയുന്ന ടേബിളിൻ്റെ ഉള്ളിൽ കയറി ഡാറ്റ ഇതാക്കുക. പക്ഷെ ഇതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യം മാത്രം ചെയ്തു പോയാൽ ഇത് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യും ബാക്കിയുള്ള ഇൻഫർമേഷൻ. ഇപ്പോൾ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ഒരു സെയിൽസ് എന്ന് പറയുന്ന സമയത്ത് സെയിൽസിനെ എങ്ങനെയൊക്കെ കൂട്ടാം, അല്ലെങ്കിൽ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ കൂട്ടാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ തല കുത്തിരുന്ന് ആലോചിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ഒരാളെ വീണ്ടും, അതായത് കുറച്ച് മുന്നേ വാങ്ങിപ്പോയിട്ടുള്ള ഒരാളെ വീണ്ടും ഓൺ ബോർഡ് ചെയ്യാനും അതുപോലെ തന്നെ കച്ചവടത്തിനെ കുറിച്ച് ഓർപ്പിക്കാനും ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ CRM സഹായിക്കുന്നുണ്ട്. ശരിക്കും അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ, എൻട്രി ചെയ്യാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുവേ പലരും ചോദിച്ചിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കോമൻറ്റുകളിൽ ഒരാൾ ചോദിച്ചതാണ്, അതായത് ഒരു ബിസിനസ് ഓണർ എല്ലാത്തിനും ഓടുന്ന മനുഷ്യനാണ്.
അയാൾക്ക് തിരക്ക് പിടിച്ചിട്ട് അയാളെ ബിസിനസ് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന് എക്സൽ ഷീറ്റും പേപ്പറും ഒക്കെ തന്നെ വെച്ചിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് പോയപ്പോൾ അതല്ല അയാൾക്ക് ഒരു ഈസ്. അയാൾ ചെയ്തുകൊണ്ട് വന്നത് ആ ഒരു പ്രോസസ്സ് അല്ലേ. ഇനിയിപ്പോൾ ഒരു CRM കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയമെടുക്കും? ഇങ്ങനെ കണ്ട സംശയങ്ങളൊക്കെ വരില്ലേ? അഖിൽ ഓൾറെഡി സെറ്റ് ലൈക്ക് ഗെറ്റ് ലീഡ് പോലെ ഒരു CRM ചെയ്യുന്ന ഒരാളാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സൽ ഷീറ്റ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര എളുപ്പമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ചെയ്യാൻ. അപ്പം ഈ ഈ ഇംപ്ലിമെന്റേഷൻ ആണ് ഇതിനകത്ത് എപ്പോഴും ബുദ്ധിമുട്ടാവുക. അതായത് ഞാൻ തന്നെയായിരിക്കും അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടാവുക, ഞാൻ തന്നെയായിരിക്കും സെയിൽസ് ചെയ്യുന്നുണ്ടാവുക, ഞാൻ തന്നെയായിരിക്കും കസ്റ്റമറിന്റെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ടാവുക. ഒരു ബിസിനസ് ഓണർ ആകുമ്പോൾ അവർ ചെറിയ ബിസിനസ് ആകുമ്പോൾ ഇതിനൊന്നും എല്ലാവരും വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവർ ഇതേപോലത്തെ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഒരു 3-4 സ്റ്റാഫ് ഉണ്ടാവും. ഈ 3-4 സ്റ്റാഫ് ചിലപ്പോൾ എന്ത് ചെയ്യൂല, ഈ പറയുന്ന സാധനത്തിൽ കൃത്യമായിട്ട് ചെയ്യൂല. അപ്പോൾ ഇവർക്ക് തോന്നും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും ആൾക്കാർക്ക് ഇതൊരു ഞാൻ ട്രാക്ക് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയും കൂടി ചെയ്യുമ്പോൾ ഇവരിത് ചെയ്യാൻ റെഡി ആവില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ചെറിയ ബിസിനസ്സുകാർ ഇതിനേക്കാൾ എളുപ്പം എനിക്ക് എക്സലാണ്, അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കുറച്ച് സമയം ഒരു ദിവസം ഒന്ന് ഇതിനു വേണ്ടി മാറ്റിവെക്കാം. വേണ്ട, ഒരു 3-4 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെച്ച് ഇതെന്താ പ്രൊഡക്റ്റ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ് അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. 3 ആൾ 30 ആളായത് നമ്മൾ കണ്ടിട്ടുണ്ട്. വെറും 3 സെയിൽസ് സ്റ്റാഫിനെ 30 സെയിൽസ് സ്റ്റാഫ് ആക്കിയ ആളുകളെ നമ്മൾ CRM ഉപയോഗിച്ചിട്ട് സെയിൽസ് സ്റ്റാഫ് ഇൻക്രീസ് ചെയ്ത ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. കേസ് സ്റ്റഡി നമുക്കറിയാം. അത്ര ഈസി സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഹൗ ലോങ്, അത് എത്ര സമയം എടുക്കും? ഞാൻ പറയുന്നത് വെച്ചാൽ മര്യാദയ്ക്ക് ഒരു CRM ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ലെസ് ദാൻ 1 വീക്ക് മതി. നന്നായിട്ട് ചെറിയൊരു സമയം, ഒരു എഫേർട്ട് നമ്മൾ കൊടുക്കണം. ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുന്ന പോലെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളൊരു ആളെ ഏൽപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കില്ല. ഇപ്പൊ ഞാൻ ജെയ്സലിനോട് ഒരു കാര്യം പറയാം, ജെയ്സൽ എനിക്ക് മാർക്കറ്റ് ചെയ്ത് തരണം, ഞാൻ ജസ്റ്റ് അങ്ങ് ജെയ്സലിനോട് പറഞ്ഞു പോവാ. പക്ഷെ ഞാൻ അതിൽ ഇൻപുട്ട് തരുന്നില്ല, ഞാൻ അതിനൊരു എഫേർട്ട് ഇടുന്നില്ലെങ്കിൽ ജെയ്സലിന്റെ അടിയിൽ ചെയ്തു പോകും. ജെയ്സൽ ചെയ്യൂല എന്നല്ല, പക്ഷെ എനിക്ക് വേണ്ടി, എന്റെ ബിസിനസ്സിന് വേണ്ടി ഞാനത് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ജെയ്സലും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ ജെയ്സലിനെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായും. എന്താണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് അറിയണം, നിങ്ങളുടെ നീഷ് എന്താണെന്ന് അറിയണം. കൂടെ നിന്ന് ഈ പറയുന്ന സോഫ്റ്റ്വെയറിന്റെ കൂടെ നിങ്ങൾ കുറച്ച് ദിവസം നടന്നു നോക്കി, അപ്പോൾ പിന്നെ ഈ സാധനം നിങ്ങൾ അടിപൊളിയാക്കി തരും. പൊളി അല്ലേ? അപ്പോൾ ഒരു ഏകദേശം ഒരു 1 വീക്കാണ് അഖിലിനെ 1 വീക്കെങ്കിലും ഒരു നമ്മൾ എഫേർട്ട് ഇടണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഒരു 3 മന്ത് ടൈമാണ് നമ്മൾ പറയാം. കുറച്ചൊരു വലിയ ഓർഗനൈസേഷൻ, ഒരു 20 യൂസറൊക്കെ ഉണ്ടാകുമ്പോൾ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ, അതായത് അവർക്ക് ഇനി പേപ്പറും പെന്നും എക്സലും തുറക്കാൻ തോന്നാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി ഗെറ്റ് ലീഡോ അല്ലെങ്കിൽ നമ്മളൊരു CRM പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 മാസത്തോളം എടുക്കും. അതൊരു അഡിക്ഷൻ ആവും, നമുക്കൊരു ഹാബിറ്റ്. ഒരു കമ്പനി ഓൾറെഡി റൺ ചെയ്യുന്നതിനെ കൊണ്ട് ചോദിക്കണം, ഒരു ഗെറ്റ് ലീഡ് പോലെ ഒരു കമ്പനി ഒരു കുഞ്ഞു ബിസിനസ്സിനകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എത്ര കാലം? അത് 1 വീക്ക് ചെറിയ ബിസിനസ്സിന് ഭയങ്കര എളുപ്പമാണ്. ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് CRM ഉപയോഗിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു പുതിയ കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമർ ഡീറ്റെയിൽ എൻ്റർ ചെയ്യാം. രണ്ടാമത്, ആ കസ്റ്റമറുമായിട്ട് സംസാരിച്ചത് എന്താണെന്ന് അതിൽ മാർക്ക് ചെയ്ത് വെക്കുക. മൂന്നാമത്, ഇനി ആ കസ്റ്റമറെ എന്ന് ഞാൻ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ടച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ അതിൽ മാർക്ക് ചെയ്ത് വെക്കുക. 4, ഞാൻ ഇതുപോലെ ചെയ്തു വെച്ച കുറേ ടാസ്കുകൾ ഉണ്ടാവും, അത് തീർക്കുക. ഇത്രയും കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ഓരോ കസ്റ്റമറിനും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഡാറ്റ സിസ്റ്റമാറ്റിക് ആയി. ഇത് തന്നെയാണ് നിങ്ങൾ എക്സൽ ഷീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് എക്സൽ ഷീറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് പോകാൻ ഭയങ്കര മടിയാണ്. നമുക്ക് ഒരു 4 ടച്ചിൽ ഈ പരിപാടി നടക്കുന്ന രീതിയിലാണ് നമ്മൾ മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്ത്, അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മൊബൈൽ ആപ്പ് ആണെന്നുണ്ടെങ്കിലും സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ CRM ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടൊരു ഗുണമില്ല എന്നുള്ളൊരു കോമൻറ്റും പലപ്പോഴും വന്നിട്ടുമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം വന്നാൽ, ഞങ്ങൾക്കൊരു ഗുണമില്ല എന്നൊരു പരാതി വന്നാൽ അതിനുള്ളൊരു ഉത്തരം എന്തായിരിക്കും? ആക്ച്വലി പറഞ്ഞാൽ പലപ്പോഴും സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമായിരിക്കില്ല, പലപ്പോഴും അത് ഇംപ്ലിമെന്റേഷനിൽ സംഭവിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ജെയ്സലിന്റെ കമ്പനിയിൽ ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ജെയ്സലിന്റെ കമ്പനിയിൽ ജെയ്സൽ ഒരു CRM ഇംപ്ലിമെന്റ് ചെയ്തു. CRM ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ CRMിലേക്ക് കംപ്ലീറ്റ് സ്റ്റാഫിനൊക്കെ ആഡ് ചെയ്തു, സ്റ്റാഫ് ലീഡ്സ് ഒക്കെ ആഡ് ചെയ്തു, ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്യുന്നു, ഡെയിലി കോൺടാക്ട് ചെയ്യുന്നവർ എൻ്റർ ചെയ്യുന്നു. പക്ഷേ ജെയ്സലിന് റിപ്പോർട്ട് നോക്കാൻ എളുപ്പം എക്സലിലെ റിപ്പോർട്ടാണ്. ഇപ്പോൾ ജെയ്സൽ സ്റ്റാഫിനോട് ചോദിക്കുക, എനിക്ക് ഈ എക്സലിൽ റിപ്പോർട്ട് തന്നാൽ മതി, CRM നിങ്ങൾ എക്സലിലേക്ക് ആക്കിയിട്ട് എനിക്ക് തരണം എന്ന് പറയാം. സ്റ്റാഫിന് CRM ഇംപ്ലിമെന്റ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം മുതലാളി നോക്കുന്നത് എവിടെയാണ്? എക്സൽ റിപ്പോർട്ട്. അപ്പോൾ സ്റ്റാഫിന് ഞാനിത് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, മുതലാളിക്ക് ഞാൻ വേറെ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കണം തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും CRM യൂസ് ചെയ്യുന്നത് നിർത്തും. നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആ പ്രോഡക്റ്റിലേക്ക് മാറാൻ ശ്രമിക്കുക. ഞാൻ മുതലാളിയാണ്, ഞാൻ അടക്കം, ഇല്ല ജെയ്സൽ മുതലാളിയാണ്, ജെയ്സൽ റിപ്പോർട്ട് ചോദിക്കേണ്ടത് CRMൽ ഞാൻ ആ ഡാറ്റ കാണുന്നില്ല, ഇത് എൻ്റർ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അവന് ഇത് മുതലാളി നോക്കുന്ന സോഫ്റ്റ്വെയർ ആണ്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എൻ്റർ ചെയ്യണം തോന്നുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മളൊരു പുതിയൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ സിസ്റ്റത്തിനകത്തേക്ക് വരിക എന്നുള്ളതാണ്. കറക്റ്റ്. ഇറ്റ്സ് വെരി ന്യൂ. നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയൊരു സിസ്റ്റമാണ്, പുതിയൊരു രീതിയാണ്. അപ്പോൾ ആദ്യം ഞാനായെങ്കിൽ
മറ്റുള്ളവരാവുള്ളൂ അതെ, അല്ലേ? നമുക്ക് നമ്മളെ കൺവീനിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കൊണ്ട് ഇരട്ടിപ്പണി എടുപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പണി ഞാൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് അവർ ചിന്തിക്കുന്നതിന് അവർ തെറ്റ് പറഞ്ഞിട്ട് കാര്യമല്ല. ഇംപ്ലിമെന്റേഷൻ ആണ് എപ്പോഴും ഫെയിൽ ആവുക. അപ്പൊ ഇംപ്ലിമെന്റേഷൻ ഫെയിൽ ആവാണ്ട് നോക്കാൻ എപ്പോഴും ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഗുണമില്ല എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ആദ്യം ഇതിന്റെ ഗുണം മനസ്സിലാക്കിയിട്ട് ഗുണപരമായ രീതിയിൽ അതിനകത്ത് ഇടപെടുക, ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, അപ്പൊ ഈ CRM പ്രോഡക്റ്റുകളൊക്കെ, CRM സോഫ്റ്റ്വെയറുകളൊക്കെ അല്ലെങ്കിൽ ആപ്പുകളൊക്കെ ഒരു സെയിൽസുകാരനെ എങ്ങനെ ട്രാക്ക് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയല്ലേ? അതെ, ഒരാൾ എന്നോട് ചോദിച്ച, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വന്നൊരു DM ആണ്, നമ്മളെ സെക്കൻഡ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം CRM സെയിൽസുകാരനെ ട്രാക്ക് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന സാധനമല്ലേ, എന്താണ് ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് ചെയ്യല്ലേന്ന് ചോദിച്ചാൽ ട്രാക്ക് ചെയ്യാണ്, പക്ഷെ അതൊരു ബുദ്ധിമുട്ടിക്കാനുള്ള ട്രാക്കിംഗ് അല്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. മെഷർ ചെയ്യാത്ത ഒന്നും ഗ്രോ ചെയ്യില്ല. മെഷർ ചെയ്യാത്ത എല്ലാ സാധനങ്ങൾക്ക് നമുക്കൊരു ഊഹക്കണക്കാണ് ഉണ്ടാവുക. നമ്മുടെ മൈൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ബ്രെയിൻ എപ്പോഴും നമ്മളെ കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു സൂക്കേട് ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്കൊരു പനിയോ ജലദോഷം ഉണ്ടെങ്കിലും വിചാരിക്കാം, നമുക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ഡോക്ടർ പറഞ്ഞിട്ട് നമ്മളോട് കഴിക്കരുതെന്ന്, നമുക്ക് ഇഷ്ടമുള്ള സ്വീറ്റ് മുമ്പിലുണ്ട്. നമ്മളെ മനസ്സിനെ ഓട്ടോമാറ്റിക്കലി കൺവിൻസ് ചെയ്യും. തൽക്കാലം ഇപ്പൊ ഈ സ്വീറ്റ് ഇപ്പൊ കഴിച്ചാൽ എന്താ, ഒരു സ്വീറ്റ് ഒരു ഇത്തിരി കഴിച്ചിട്ട് ഒന്നും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ വിചാരിക്കൽ തിന്നരുത് പോലെ പണി കിട്ടും. ഹെൽത്തി കുട്ടനാണ്. അപ്പൊ ഞാൻ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ബേസിക്കലി ഇത് ഒന്ന് കഴിച്ചാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ നമ്മളെ കൺവിൻസ് ചെയ്യും. നമ്മളെ മൈൻഡ് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിലേക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ നോക്കും. ഇത് തന്നെയാണ് നമുക്ക് ഈ പ്രഷർ ഉണ്ടാകുന്നത്. ഇപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഗെയിമാണ്. നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ജെയ്സൽ ഞാൻ സെയിൽസിനെ പണി ഏൽപ്പിച്ചാൽ ജെയ്സൽ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എനിക്ക് നോക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. സെയിൽ കൊണ്ടുവന്നുണ്ടോ, ഇത്ര എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ. ഈ നമ്പർ ഗെയിം ആകുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ക്യൂസ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോസസ്സിൽ എക്സ്ക്യൂസ് പറയും. 50 ആളെ വിളിക്കണമായിരുന്നു എന്നുള്ളടത്ത് ഞാൻ 50 ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അത് എക്സ്ക്യൂസ് പറയും. അപ്പൊ ഞാനാണെങ്കിൽ എല്ലാവരും നമ്മൾ ബ്രെയിൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന. പക്ഷേ നിങ്ങൾ ഈ CRM പോലുള്ള ഒരു സിസ്റ്റത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആക്ടിവിറ്റി മാത്രം നോക്കിയാൽ മതി, റിസൾട്ട് അതിന്റെ കൂടെ അങ്ങ് വരും. ഇത് ആക്ടിവിറ്റീനെ ഫോക്കസ് ചെയ്യുന്ന സാധനമാണ് ഈ CRM പോലുള്ള ടൂളുകൾ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ആക്ടിവിറ്റി ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് റിസൾട്ട് വരും. പിന്നെ പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറെ കാര്യം കൂടി സംഭവിക്കും. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എനിക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾ ഒരു ദിവസം 30 കോൾ ചെയ്തു, നിങ്ങളത് എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങളൊരു ഊഹത്തിൽ ഒരു 15 കോളേ ഉണ്ടാവും, ചിലപ്പോൾ അത് 50 കോളായിരിക്കും. നിങ്ങൾ ഭയങ്കര എഫേർട്ട് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 20 കോൾ ചെയ്ത് നിങ്ങൾക്ക് 100 കോൾ ചെയ്തായിട്ട് തോന്നും. ഈ തോന്നലുകളല്ല അതിന്റെ ശരി. കറക്റ്റ് നമ്പേഴ്സ് വേണം. കൃത്യമായ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ 20 കോളേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും എനിക്ക് എന്താ സ്ട്രെസ് എന്ന് നിങ്ങൾക്ക് ആലോചിക്കണമെങ്കിൽ ആ 20 കോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് റീവൈൻഡ് ചെയ്ത് നോക്കാൻ പറ്റണം. മനുഷ്യന്മാർക്ക് ബേസിക്കലി പല കാര്യങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടും പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഈ പല ഡിസ്ട്രാക്ഷൻസ് ഉള്ളതുകൊണ്ടും ഈ 50 കാര്യവും 30 കാര്യവും ഓർമ്മ ഉണ്ടാവില്ല. CRM നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റിവൈൻഡ് ചെയ്ത് നോക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ജെയ്സൽ ഇപ്പോൾ സാധാരണ വലിയ ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കാം, ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ നടന്ന കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കി, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബെറ്റർ ആക്കാൻ പറ്റും. ചെയ്ത മിസ്റ്റേക്സ് ഇതാക്കാം, മറന്നുപോയ കാര്യങ്ങൾ തിരിച്ച്, അതായത് ഇനി അങ്ങനെ മറക്കാതിരിക്കാൻ അടിച്ചിട്ട് നടക്കാം, ഇതൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളൊരു ബെസ്റ്റ് സെയിൽസുകാരനാവണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് റിവൈൻഡ് ചെയ്ത് നോക്കണം. റിവൈൻഡ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഒരു പ്രോസസ്സ് ഇല്ലാണ്ട് നടക്കില്ല. സിസ്റ്റം വന്നാൽ CRM വന്നാൽ നിങ്ങൾക്ക് ഒരു പ്രോസസ്സായ സെയിൽസുകാരൻ സാധാരണ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യും. അപ്പൊ ഈ ട്രാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതി മാറ്റിട്ട് നമ്മൾ പറയും ട്രാക്ക് ചെയ്യുന്ന. അതെ, അതായത് നമുക്ക് നമ്മളെ കാര്യം കഴിഞ്ഞ് പോവാം. പിന്നെ അതിനകത്തൊരു കാര്യം ഉണ്ട്, അതായത് നമുക്കൊക്കെ മറവിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അയാളെ വിളിക്കാൻ മറന്നുപോയി, ഞാൻ അയാളെ കാണാൻ മറന്നുപോയി, പോകാൻ മറന്നുപോയി, ഞാൻ എത്താൻ മറന്നുപോയി, ട്രെയിൻ ലേറ്റ് ആവായി, അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ മറവിന്റെ ഭാഗമാണ്. എനിക്ക് ഇന്ന് രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇതൊക്കെ സംഭവിക്കും. കുത്തി പറയുന്ന പോലെ എനിക്ക് ഉണ്ടോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ മറവി നമുക്ക് എപ്പോഴും വലിയ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഒരാളോട് 4 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു, ഞാനത് ഓർത്ത് വെക്കണം. ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റോ ഒരു പേപ്പറോ ഈവൻ ഒരു ബുക്കിൽ എഴുതിയാൽ പോലും ഞാനത് ഓർത്ത് വെക്കണം. കാരണം ഇങ്ങോട്ട് ഒന്നും പറയൂല. ഈ ബുക്കിന്റെ അത് നിങ്ങൾ ജെയ്സലിനെ വിളിക്കണേ, നാളെ പോഡ്കാസ്റ്റ് ഉണ്ട് എന്ന് വിളിക്കണേന്ന് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടില്ല. അതെ, കറക്റ്റ് അല്ലേ? കൊള്ളാം. അപ്പൊ ആ ബുക്ക് ഇങ്ങോട്ട് ഒന്നും പറയൂല. അപ്പൊ CRM ഉണ്ടെങ്കിൽ CRM നമുക്ക് ഇങ്ങോട്ട് നോട്ടിഫിക്കേഷൻ തരും. അതായത് നാളെ ജെയ്സലിനെ വിളിക്കണം, ജെയ്സലിനെ വിളിച്ച് റിമൈൻഡ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ റിമൈൻഡർ സിസ്റ്റമാറ്റിക്കലി നമുക്ക് മറക്കാം. നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ചത് നോക്കാൻ ഓർക്കണം.
നമ്മളൊക്കെ സാധാരണ ലിസ്റ്റ് എഴുതാത്ത പ്രശ്നമായിരിക്കുമല്ലോ, ലിസ്റ്റ് നോക്കാത്ത പ്രശ്നമല്ലേ. ഈ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. CRM വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there is no excuse ആണ്, മലർന്നു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് മിക്കവാറും മുതലാളിമാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. എല്ലാവരും അതായത് ജീവിതത്തിൽ ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും, അങ്ങനെ പോണ്ടേ. കൊള്ളാം. അതുപോലെ തന്നെ ഇത് എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്യുന്നത്? ഇപ്പൊ CRM ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അതിലിപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ കുറേയും കവർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. കാരണം ബിസിനസ് ഒന്ന് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, പോരാത്തന്നെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാലും അതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയാം. ഇത് അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു സംഭവം. എക്സാമ്പിൾ പറയാം, ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗോളിലേക്ക് ഇങ്ങനെ പോവുക ചെയ്യാം. ഓക്കെ, അപ്പോൾ 10 ആൾക്കാർ അല്ലെങ്കിൽ 5 ആൾക്കാരുള്ള ടീമാണ്. ഈ 5 ആളുകളുടെയും എഫേർട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഫോക്കസ്ഡ് ആകുമ്പോഴാണ് ആ എഫേർട്ട് ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്യപ്പെടുക, അല്ലേ? ഇപ്പം മൾട്ടിപ്പിൾ ആൾക്കാർ മൾട്ടിപ്പിൾ പണിയെടുക്കുന്നു, ആ പണിയെടുക്കുന്നതിൻ്റെ ഒന്നും റിസൾട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ബിസിനസ് ഓണർ ആകെ കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ നിങ്ങളൊരു സിസ്റ്റത്തിലൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ മാറിപ്പോകുന്ന ആൾക്കാരെ കറക്റ്റ് ചാനലൈസ് ചെയ്യാൻ പറ്റും, ട്രാക്ക് തെറ്റുന്ന ആൾക്കാരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മെഷറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു കോളിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു ബിസിനസ് ഓണർ എപ്പോഴും ചെയ്യുന്നത് ഫൈറ്റ് ചെയ്യുന്നത് ടൈമിനോടാണ്. ഓക്കെ, 30 ദിവസം എന്ന് പറഞ്ഞ ആ സൈക്കിളിനോടാണ് ഒരു ബിസിനസ് ഓണർ എന്നും അടിയിലായിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ കോമ്പറ്റീറ്റർ അല്ല എൻ്റെ പ്രശ്നം, എൻ്റെ ചുറ്റുമുള്ള പുതിയ പ്രൊഡക്റ്റ് അല്ല എൻ്റെ പ്രശ്നം, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം സമയമാണ്. ഞാൻ ഈ 30 ദിവസം സമയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ ബിസിനസ് കൊണ്ടുവരുന്നോ, എത്ര അധികം വിൽക്കുന്നോ, എത്ര അധികം പുതിയ ആൾക്കാരെ കാണുന്നോ, ഇതാണ് എൻ്റെ ലൈഫിലും എൻ്റെ ബിസിനസ്സിലും ഉണ്ടാക്കുന്ന വ്യത്യാസം. സത്യം. ഈ വ്യത്യാസം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇതിനെ മെഷർ ചെയ്യണം. ഇതിനെ മെഷർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റില്ല. വ്യത്യാസം ഉണ്ടോ എന്ന് പോലും മനസ്സിലാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ പറ്റിക്കും, എന്നെ പറ്റിക്കും, എന്നോട് പറയാം നീ രക്ഷപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്, ഒന്നും പേടിക്കേണ്ട, പോകുന്ന പോക്ക് പോയാൽ മതി, ഞാൻ ഏതെങ്കിലും കുഴി പോയി ചാടല്ലാണ്ട് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അല്ലത് നമ്പർ ചലിക്കില്ല. നമ്മള് പൊതുവെ പറയാറുള്ള കാര്യമാണ്, നമ്മളിങ്ങനെ പോകുന്നുണ്ട് അടിപൊളി, ഇങ്ങനെ പോയ പോരെ. ഞാൻ ജയ്സലോട് ചോദിക്കാം, കഴിഞ്ഞ വർഷം ഈ ദിവസം ജയ്സൽ ചെയ്തതിനേക്കാൾ എത്ര ഇമ്പ്രൂവ്മെന്റ് ജയ്സലിന് ഉണ്ടെന്ന് വെച്ചാൽ ജയ്സലിന് മെഷർ ചെയ്യാൻ ഒരു മെട്രിക്സ് ഉണ്ടാവില്ല. ട്രൂ. ജയ്സൽ മെഷർ ചെയ്യുന്നില്ല, ജയ്സൽ ട്രാക്ക് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ എനിക്ക് ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാളാണ്. ജയ്സൽ എല്ലാ ദിവസവും ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ജയ്സലിന് പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ റെഡിയുള്ള ഒരാളല്ലായിരുന്നു, ഈ ദിവസം എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യുന്നത് പേടിയായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുന്നത്, ജയ്സലിൻ്റെ ഒരു വീഡിയോയിൽ എനിക്കറിയാം. പക്ഷെ ഇന്ന് ഞാൻ ഒരു കുഴപ്പമില്ലാതെ 5-10 പോഡ്കാസ്റ്റ് വേണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാം. ആത്മകഥ വേണോ എന്നുള്ളത് എനിക്ക് അല്ല, ഞാൻ പറയാം എന്താവട്ടെ. ആ ഇമ്പ്രൂവ്മെന്റ് മെഷർ ചെയ്യണം. ഇപ്പോൾ ഈ ഫിറ്റ്നസ് ട്രാക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിറ്റ്നസ് ട്രാക്കേഴ്സാണ്. നിങ്ങൾ സ്ലീപ്പ് ട്രാക്ക് ചെയ്ത് നോക്കി, നിങ്ങളുടെ സ്ലീപ്പ് ട്രാക്ക് ചെയ്ത് നോക്കി, ഒരു മാസം നിങ്ങൾ സ്ലീപ്പ് ട്രാക്ക് ചെയ്താൽ അറിയാം എത്രമാത്രം ഇറഗുലർ ആണ് നമ്മുടെ സ്ലീപ്പ് എന്ന് നമുക്ക് മനസ്സിലാവും. ഞാനത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ അതിനകത്ത് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഉണ്ടായത് ഞാൻ അടിപൊളിയായിട്ട് ഉറങ്ങുന്നുണ്ടെന്നാണ്. ഞാനത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി, എനിക്ക് മനസ്സിലായി എൻ്റെ ഉറക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പല സമയത്താണ് കിടക്കുന്നത്, ഞാൻ പല സമയത്താണ് എഴുന്നേൽക്കുന്നത്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിൽ എഴുന്നേറ്റിട്ട് ഉറങ്ങാണ്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്കിത് മനസ്സിലായി. സെയിം തിങ് നമ്മൾ ബിസിനസ്സിൽ ചെയ്യണം, നമ്മൾ സെയിൽസിൽ ചെയ്യണം. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതായത് വെറുതെ പോകുന്ന സ്ഥലങ്ങൾ, ചോർച്ചയുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം നമുക്ക് കൃത്യമായി കണ്ട് ഇപ്പൊ നമ്മൾ തന്നെ വെറുതെ ഒക്കെ ചായ കുടിച്ചൊക്കെ കുറേ സമയം എന്താ പറയുക ഇട്ടാളിഞ്ഞാളും. നമ്മൾ വളരെ കൊലോക്കിയലി പറയുകയാണെങ്കിൽ നമ്മളങ്ങ് ഇട്ടാളിഞ്ഞാളും. ആ ഇട്ടാളിഞ്ഞാളുള്ള സാധനങ്ങൾ എന്തുമാത്രം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാന്നുള്ളതിനെ നമ്മളെ പഠിപ്പിക്കാൻ കൂടിയിട്ടാണ് CRM. ആറ്റിപ്പോയാലും അളന്നു പോകണം അല്ലേ? കൊള്ളാം. അതുപോലെ തന്നെ CRM ഇംപ്ലിമെന്റേഷന് ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ബാക്കിലൊരു കാരണം ഉണ്ടാവില്ല. അതെങ്ങനെ ഫെയിലായി എന്ന് പലരും ചോദിക്കും. അതിനൊരു കാരണം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട കാരണം ഇത് അല്ല ബെഞ്ച് മാർക്ക് എന്നതാണ്, ബേസ് അല്ല. CRM ബേസ് ആക്കി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ CRMനെ ചുറ്റിപ്പറ്റിയായിരിക്കും എല്ലാ കാര്യങ്ങളും. ഒരു ഭ്രമണപഥം ഉണ്ടാവും അതിന് ചുറ്റും. ഇതിപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കുന്നത് ഇവിടേക്കാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ആരും ആ ഓഫീസിൽ ചർച്ച ചെയ്യില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഓഫീസിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആയിട്ട് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ ആണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. കസ്റ്റമർ റിവ്യൂവിൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ് മുതലാളി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 5 സ്റ്റാർ റിവ്യൂ കിട്ടാൻ ആ മുതലാളി എന്തും ചെയ്യും ഓഫീസിൽ. കസ്റ്റമറിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ ഓടി ചെല്ലും, കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യും, കസ്റ്റമറോട് ചോദിക്കും, കസ്റ്റമറെ ഫോൺ വിളിക്കും, കസ്റ്റമർ ഹാപ്പിനെസ്സിന് എന്തും ചെയ്യും. അപ്പൊ ആ കമ്പനിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധനം എന്തായിരിക്കും?
കസ്റ്റമർ ഹാപ്പിനെസ് ആയിരിക്കും. അതെ. എല്ലാ സ്റ്റാഫും എന്തിലേക്ക് അലയുണ്ട്? കസ്റ്റമർ കസ്റ്റമർ ഹാപ്പിനെസ്സിൽ. ഈ പറയുന്ന പോലെ എല്ലാവരും ഡിഫൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ അതിൽ പണിയെടുക്കും. ഉവ്വ്. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മൾ എൻ്റയർ ഫോക്കസ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിപ്പിക്കുന്നതിലും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുന്നതിലും ആവണം. ഓക്കെ. ജസ്റ്റ് ഞാനൊരു സോഫ്റ്റ്വെയർ വാങ്ങി വെച്ചു, ഇപ്പൊ നിങ്ങൾ ഫോട്ടോഷോപ്പ് വാങ്ങി വെച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഡിസൈൻ വരുമോ? ഇല്ല. ഒരു വീഡിയോ സോഫ്റ്റ്വെയർ ഇപ്പൊ പ്രീമിയർ വന്നാൽ വരൂലല്ലോ. പ്രീമിയറിൽ നിങ്ങൾ ചെയ്യണം, ചെയ്താൽ മാത്രം പോരാ, പഠിക്കണം. അത് പഠിച്ചിട്ട് അതിനകത്ത് കൂടുതൽ വിദ്യകൾ കണ്ടെത്തണം. അറിയാത്ത ആളുണ്ട്, അതിന്റെ ക്ലാസ്സിന് പോകണം. ഇതൊക്കെ ചെയ്താലല്ലേ നിങ്ങൾ പ്രീമിയർ പ്രോ ആവുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് പ്രോ ആവുള്ളൂ. ഇതാവാത്തതിന്റെ കാരണം നമ്മൾ അതിനെ വേണ്ടത്ര രീതിയിൽ ഫോക്കസ് കൊടുക്കാത്തതും അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റേഷൻ ഫെയിലിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓണർ, അതായത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വിചാരിച്ച ആള് അതിനെ 100% ഫോക്കസ് ചെയ്യുന്നില്ല. 2, ടീമിന് എപ്പോഴും ഒബ്ജക്ഷൻ ഉണ്ടാവും. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന, അവരെ ജീവിതത്തിലേക്ക് മാറ്റം ഒന്ന് കൊണ്ട പുതിയൊരു അതിഥിയാണ്. മറ്റേ ജോർജ് കുട്ടി പറയും പോലെ ജീവിതത്തിലേക്ക് വന്ന, ഞങ്ങളെ ജീവിതം ശിഥിലമാക്കാൻ വന്ന ഒരു അതിഥിയാണ് ആര്? CRM. അപ്പൊ ഈ അതിഥിനെ ഇവരെപ്പോഴും എന്തായിട്ടാ കാണുക? ഒരു ദേഷ്യത്തോടു കൂടിയാ കാണുക. ഓക്കെ, നമ്മളെ വരുണ്ണ കണ്ട പോനോ എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന ഒരാളെന്നുള്ള ലെവലാണ് കാണുക. ഇവർക്ക് അറിയൂല അത് ജീവിതം നന്നാക്കാൻ വന്ന ആളാണ്. നമ്മളെ വരുന്ന വ്യത്യാസമുള്ള വരണം. അപ്പൊ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ കറക്റ്റായിട്ട് ഇവരൊരു ത്രെറ്റായിട്ട് ഫീൽ ചെയ്ത് ഇതിനകത്ത് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇതിന് പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഇതിനേക്കാൾ നല്ലത് എക്സൽ ആയിരുന്നു, എക്സൽ ചെയ്തപ്പോൾ ഞാൻ എത്ര ക്ലോസ് ചെയ്താൽ ഇത് വന്നപ്പോൾ എനിക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കാരണങ്ങൾക്കുള്ള സൊല്യൂഷൻ നമ്മൾ കാണും. പകരം സോഫ്റ്റ്വെയർ ആണ് ഇതിന്റെ മൊത്തം പ്രശ്നം എന്നല്ല. ചിലപ്പോൾ അവർക്ക് അവിടെ ചെയ്തതിലെ കോൺഫിഗറേഷൻ മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാവായിട്ടാവാം. അതാണ് അവിടുത്തെ പ്രശ്നം, അല്ലാതെ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമല്ല. എനിക്കിതിൽ എക്സൽ ഇമ്പോർട്ട് ചെയ്ത് കിട്ടുന്നില്ല, നിങ്ങളെ സോഫ്റ്റ്വെയർ മൊത്തം മോശ, ഇങ്ങനെ പറയുന്നത് അല്ല അതിന്റെ രീതി. അതെന്താ എക്സൽ ഇമ്പോർട്ട് ചെയ്ത് കിട്ടാഞ്ഞ്? ഫോർമാറ്റിന്റെ ചിലപ്പം XLX ഫോർമാറ്റ് മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ആ ഫയലിൽ എന്തെങ്കിലും ഇൻവാലിഡ് ക്യാരക്ടർ ഉണ്ടാവാം. ഇതൊക്കെ കാരണമാവാം. കാരണം നോക്കി ആ കൃത്യമായ കാരണം സോൾവ് ചെയ്താൽ ഇംപ്ലിമെന്റേഷൻ സക്സസ് ആക്കാം. ഇതൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളാണ്. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ട് എൻ്റെ ഒരു ഓർഗനൈസേഷൻ, കാരണം ബിസിനസ് ഓണർക്ക് നോക്കാൻ നേരമല്ല, അയാൾ എന്നെ എല്ലാത്തിനും ഓടണം. അപ്പോൾ അയാളോട് പറയണം, ഒരു 5 സ്റ്റാഫ് അവിടുന്ന് ഇവിടുന്ന് ഒരു 5-6 റിപ്പോർട്ട് ചോദിക്കുമ്പോൾ പറയും, സാർ CRM വന്നുകൊണ്ടാണ് അത് തരാൻ പറ്റാത്തത്, സാർ CRM ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പൊതുവെ ഇങ്ങനെ ഒരു സാധനം കേൾക്കണില്ല. ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു കമ്പനി, ഗെറ്റ്ലീഡ് പോലെ ഒരു കമ്പനി നടത്തുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാൻ പലപ്പോഴും അഖിൽ സംസാരിക്കുന്ന സമയത്ത് അഖിൽ പറയുന്ന സാധനമുണ്ട്, ഞങ്ങൾ പുതിയൊരു കമ്പനിക്ക് ഇങ്ങനെ കൊടുത്തു, ഞങ്ങളൊരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തിട്ടുണ്ടായത്, ഓൺലൈൻ ട്യൂഷൻ സെന്ററിന് കൊടുത്തു. എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരു ചോദ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ ഇപ്പോൾ നല്ലോണം നടന്നു പോകുന്ന, നേരത്തെ പറഞ്ഞ പോലെ പേപ്പറിലും അതുപോലെ തന്നെ എക്സലിലും പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊതുവെ അവർക്ക് പറ്റാത്തൊരു കാര്യം ആപ്പിന്റെ തലയിലേക്ക് ഇട്ടില്ല, സോഫ്റ്റ്വെയറിന്റെ തലയിലേക്ക് ഇട്ടിട്ട് ഊരി പോരണ്ട. 100%. ഞാൻ ഒരു കാര്യം ചോട്ടെ, വെള്ളം അടിച്ചാല് പിറ്റേന്ന് രാവിലെ തലവേന വന്നാല് ആരെ പ്രശ്നം? അത് കള്ളിന്റെ പ്രശ്നമല്ലേ? അടിച്ചവന്റെ പ്രശ്നമാണോ? അല്ല. അടിച്ചതാരാ? അടിച്ചത് ആരോ അടിച്ച ആള് നമ്മൾ അടിച്ച കള്ളിന്റെ പ്രശ്നം പോലും നമ്മൾ കള്ളിന്റെ തലയിലിടുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ഉത്തരവാദിത്താക്കില്ല. അത് നമുക്ക് ആർക്കും പ്രശ്നമില്ല. നമ്മൾ സൂപ്പർ അല്ലേ? ജെയ്സൽ സൂപ്പർ അല്ലേ? ട്രെയിൻ ആയിക്കൂലേ ലേറ്റ് ആകുക? സത്യം അല്ലേ? സത്യം. ജെയ്സൽ കറക്റ്റ് എത്തിയിട്ടാവും ട്രെയിൻ ആയിക്കും ലേറ്റ്. കാറാണ് ലേറ്റ് ആയി, ഞാനല്ല. ഓടിച്ച ഞാനാണെങ്കിലും കാറ് കറക്റ്റ് പോയിട്ടല്ലേ? സത്യം. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 100% അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ആദ്യം പ്രശ്നം ആരായിരിക്കുന്നറിയോ? അവര് ചെയ്യുന്നതിനേക്കാളും CRM ആയിരിക്കും. അപ്പോൾ CRM അല്ല, അവർ എന്ത് സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾ CRM കൊണ്ടുവന്നാലും HRM കൊണ്ടുവന്നാലും ERP കൊണ്ടുവന്നാലും അവരെ പ്രശ്നം ആരായിരിക്കും? സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പം ആദ്യം അടിച്ച കള്ളിന്റെ പ്രശ്നമാണോ അടിച്ചവന്റെ പ്രശ്നമാണോ നമ്മൾ മനസ്സിലാക്കിയ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ വളരെ വളരെ മാന്യമായിട്ട് കൈയൊഴിച്ചൊക്കെ പറഞ്ഞു അല്ലേ? പൊതുവെ നമ്മളെല്ലാവരും പറയുന്നത്, നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന സാധനമാണ് ഈ CRMന്റെ കാര്യം പറഞ്ഞപ്പോൾ കുറ്റം എല്ലാം നല്ലത് മാത്രം പറയണല്ലോ, കുറ്റം കേട്ടതും ഞാൻ പറയണല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആൾക്കാരുടെ കോള് വരലുണ്ടോ? നിങ്ങൾ എടുക്കുമോ? നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കേണ്ട വളരെ നല്ല ഓഫറാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കോൾസ് വരും. ശരിക്കും ഇതുപോലത്തെ നിങ്ങളുടെ CRMകാരുടെ ഏറ്റവും വലിയൊരു അല്ലാതെ CRM ഒക്കെ വരുന്നോണ്ടല്ലേ കൃത്യമായ ഇടവേളകൾ നമുക്ക് ഇങ്ങനെ കോള് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും CRM പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ സുഹൃത്തെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അറിയാത്തവൻ പണിയെടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അടിപൊളി സാധനമല്ലേ? തീർച്ചയായിട്ടും. സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം നെഗറ്റീവ്സ് വരുന്നുണ്ട്, എന്തൊക്കെ നെഗറ്റീവ് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ബേസിക്കലി ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഒരു ഞാൻ പറയാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട്, ഇപ്പൊ ഞാൻ ജെയ്സലിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി, ജെയ്സലിനെ ഞാൻ വിളിച്ചിട്ട്, ജെയ്സൽ ഹായ് ജെയ്സൽ, ഞാനിത് പിന്നെ ബജാജ് ഫിനാൻസ് എന്നാണ് വിളിക്കുന്നത്, പിന്നെ ക്യാഷ് നമുക്ക് പിന്നെ ഇത്ര പെർസെൻറ്റേജിൽ നമുക്ക് ലോൺ അവൈലബിൾ ആണ്, ജെയ്സൽ ഇപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ലോൺ നോക്കുന്നുണ്ടായിരുന്നോ?
ഇപ്പൊ ജയ്സൽ ഓൾറെഡി ലോൺ നോക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ജയ്സൽ എന്താണ് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ജയ്സലിനെ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ഇത് ഇവര് ഒരാവശ്യമില്ലാത്ത ഒരാളെ ഒരാവശ്യമില്ലാത്ത രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദേഷ്യം പിടിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ബജാജിൽ നിന്നാണ് സാറിന് ഒരു ലോണിന്റെ ഓഫർ ഉണ്ടായിരുന്നു, സാറ് താല്പര്യം ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം, ഇല്ലെങ്കിൽ ഇതാ ഞാൻ വെക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചാൽ ജയ്സൽ ഫീൽ ഇറ്റ് കംഫർട്ടബിൾ അല്ലേ? ഇത് പിന്നെ ഒരു കാര്യം, രണ്ടാമത് ഇവർ റീഷഫിൾ ചെയ്യും ലീഡ്സ്. ഇപ്പൊ ജയ്സൽ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ പുതിയ എക്സിക്യൂട്ടീവിന് പോകുമ്പോൾ പഴയ എക്സിക്യൂട്ടീവ് ഇതിനകത്ത് നോട്ട് മാർക്ക് ചെയ്യണം. ഈ കസ്റ്റമറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച സമയത്ത് ഈ കസ്റ്റമർ എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്, അടുത്ത പ്രാവശ്യം കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്നൊരു നോട്ട് ഈ എക്സിക്യൂട്ടീവ് മാർക്ക് ചെയ്ത് വെച്ചാൽ അടുത്ത പ്രാവശ്യം വിളിക്കുന്നവർ എന്ത് ഇത് നോക്കി വിളിക്കും. അപ്പൊ എന്തുണ്ടാവും, കുറച്ചുകൂടി ഒരു മയം ഉണ്ടാവും. ഇത് പുതിയ കസ്റ്റമർ ആയിട്ട് ഇതാ ഇപ്പൊ താല്പര്യമുള്ളതാ ലോൺ എടുക്കാൻ നിൽക്കുന്ന ജയ്സലാന്ന് വിചാരിച്ച് വിളിക്കുമ്പോൾ ജയ്സലിനോട് വീണ്ടും അവർ അതേ ആവേശത്തിൽ ചോദിക്കും. ഇതിന്റെ പ്രശ്നം CRM കൃത്യമായിട്ട് ഉപയോഗിക്കാത്തതാണ്. പിന്നെ ജയ്സൽ ഇനി മേലാൽ എന്നെ വിളിച്ചു വരുന്ന ജയ്സൽ പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് ജയ്സലിന് ഒരു ഇതുമില്ലാണ്ട് രണ്ടാമത് കോൾ വരും. അതെന്താ വെച്ചാൽ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു എന്ന് ഇവർ മാർക്ക് ചെയ്ത് വെക്കുന്നില്ല. നിങ്ങളത് മാർക്ക് ജയ്സൽ എഴുതി വെച്ചു, ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ഇതിനൊക്കെയാണ് ഈ CRM യൂസ് ചെയ്യുന്നത്. പേപ്പറിൽ എഴുതി വെച്ചാൽ അതൊക്കെ ഉണ്ടാവും പ്രശ്നം. പേപ്പർ എവിടെയെന്ന് എങ്ങനെ ഓർമ്മ ഉണ്ടാകുക? രണ്ടാമത് വിളിക്കുമ്പോൾ നമ്മൾ ഫോണിലൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പം ഫോണിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ അഭ്യന്തര പരിശീലനങ്ങളൊക്കെ ആയി നിങ്ങളുടെ ഈ കോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടും അല്ലേ എന്ന് പറയുന്നത് മതി. ഒരു പ്രാവശ്യം റെക്കോർഡിങ് കേട്ടിട്ടാണ് ജയ്സലിനെ വിളിക്കുന്നത്, ജമ്മുണ്ടേ ഒരു വിളിക്കോ? ഇല്ല. അതാണ് പ്രശ്നം. അത് ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല സിസ്റ്റം. പ്രോപ്പറായിട്ട് ഒരു CRM യൂസ് ചെയ്താൽ എന്റെ മുന്നിലിരിക്കുന്ന ക്യാമറാമാൻ പുള്ളി എൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ക്രെഡിറ്റ് കാർഡിന്റെ കുറെ കോളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? ലോണോ ആണല്ലേ? ഇത് പൊതുവെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ലോണ് മാത്രമൊന്നുമല്ല, ഇതുപോലെ ചില ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ സർവീസസ് കൊടുക്കുന്ന ആൾക്കാർ ഇതുപോലെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, അത് സിസ്റ്റം വെച്ച് വിളിച്ചാൽ നിങ്ങൾക്ക് കൺവേർഷൻ കൂടും, ഈ പറയുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോർ കൂടും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ദേഷ്യം പിടിച്ചിട്ട് നിങ്ങളെ വിളിക്കുന്ന ഒരാളെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡും ബജാജ് ഫിനാൻസും ആണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? അത് അവരെ പ്രശ്നമല്ല, അത് അവർ നല്ല ബ്രാൻഡാണ്, അവരെ സർവീസസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പ്രോഡക്റ്റ് വാങ്ങുന്നത്. ഈവൻ ഞാൻ എൻ്റെ ഫോൺ വാങ്ങിയത്, എൻ്റെ ലാപ്ടോപ്പ് വാങ്ങിയതൊക്കെ ബജാജ് ഫിനാൻസ് വെച്ചിട്ടാണ്. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ അത് വിളിക്കുന്ന രീതി, കസ്റ്റമറോടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അതാണ് നമുക്കൊക്കെ ദേഷ്യം പിടിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം തോന്നുക. ഞാൻ പറയുന്നത് വെച്ചാൽ ഹയർ ചെയ്യുകയാണെ ബജാജ് ഫിനാൻസിന്റെ അകത്ത് വർക്ക് ചെയ്ത ഒരാളെ ഹയർ ചെയ്യണം എന്ന് പറയാം. കാരണം അവർ അത്ര കൺവിക്ഷനിൽ വിളിക്കും, ഭയങ്കര രസമായിട്ട് സംസാരിക്കും, ഭയങ്കര അവർ എത്ര പ്രാവശ്യം വിളിച്ചാലും വിറ്റേ പോകുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വിളിക്കും. ഒന്നുകൂടി ട്രെയിൻ ചെയ്താൽ, ഒന്നുകൂടി നന്നാക്കി എടുത്താൽ ഇവർ നമ്മളോട് ഭയങ്കര പേഴ്സണലി ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ചിട്ട് വിളിക്കുകയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ലോൺ എടുത്ത് മരിക്കും. കാരണം നമുക്ക് പൈസക്ക് ആവശ്യമില്ലാത്ത സമയമല്ലല്ലോ, നമുക്ക് എപ്പോഴും പൈസക്ക് ആവശ്യമുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതും അവർക്ക് ആവശ്യമുള്ളത് കാശ്. അതെ. അപ്പോൾ ഈ പറയുന്ന സാധനം ഒന്ന് കറക്റ്റ് ആയാൽ, ഞാൻ പറയുന്നത് വെച്ചാൽ അവിടുത്തെ ഒരു സെയിൽസ് ടീമിനാ, അവിടുന്ന് കിട്ടുന്ന ഒരു സെയിൽസുകാരനാ നിങ്ങൾ ഹയർ ചെയ്താൽ അവനൊന്ന് നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുത്താണ്ടല്ലോ, he will bring you fortune. അടിപൊളി. ഇപ്പം CRM കുറിച്ചിട്ട് നമ്മൾ കുറേ പറഞ്ഞു. കുറച്ചും കൂടെ പേഴ്സണൽ സ്റ്റോറീസ് നമുക്കുണ്ടെന്ന്. ഇപ്പം ക്രെഡിറ്റ് കാർഡിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ച ചോദ്യമാണ്, അവന് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലൊരു സംഭവമാണ്. കൃത്യമായിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിഞ്ഞൂട, പക്ഷേ ഈ ട്യൂഷൻ കൊടുക്കുന്ന പരിപാടികളുണ്ട്, അതുപോലെ നമ്മൾ അബ്രോഡ് കോഴ്സുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കുറേ സംഗതികളുണ്ട്. പുള്ളി എന്നോട് ചോദിച്ചു, എന്തായാലും നീ നഗലിൻ്റെ അടുത്ത് ചോദിക്കുക, ഒരു CRM എങ്ങനെയാണ് ഇതുപോലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, പ്രത്യേകിച്ചും ഓൺലൈൻ പോലുള്ള സംഗതികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ ഉപകാരപ്പെടാം? എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എത്ര എഡ്യൂടെക് നമുക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്കൊരു 10-15 കസ്റ്റമേഴ്സ് എഡ്യൂടെക്കിൽ മാത്രമുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനമാണ് എഡ്യൂക്കേഷൻ. ഓക്കെ. പക്ഷെ കോഴ്സുകൾ ഇപ്പം ഒരുപാട് സ്ഥാപനങ്ങളായതുകൊണ്ട് ഈ കോഴ്സ് സെല്ലിങ് ഇപ്പോൾ കുറച്ചൊരു ടൈറ്റായി. പണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടായിരുന്നു ട്യൂഷൻ സെൻ്ററിലൊക്കെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ട്യൂഷൻ സെൻ്റർ ഇങ്ങോട്ട് വിളിക്കും. കാരണം എണ്ണം കൂടിയ സമയത്ത് ഉണ്ടായിരുന്ന, പിന്നെ സോഷ്യൽ മീഡിയൻ്റെ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം ആളുകളെടുത്ത് ഇതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഇൻ്റർഫിയർ ചെയ്യുക. കാര്യം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ നിന്നൊക്കെ ലിസ്റ്റ് ഡാറ്റാസ് വാങ്ങിയിട്ട് ചില ആൾക്കാർ നമ്മളെ വീട്ടിലേക്കൊക്കെ വിളിക്കാറുണ്ട്, +2 എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഈ ഇതിനകത്ത് എന്താ സംബന്ധിച്ചാൽ, സോഷ്യൽ മീഡിയ വഴി നമുക്ക് കുറേ ലീഡ്സും എൻക്വയറീസും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ജനറേറ്റ് ചെയ്ത എൻക്വയറിയിലേക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇവരിപ്പം ഒരാളെ ആഡ് കാണുമ്പോൾ അതേപോലെ തന്നെ ഉള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, മറ്റ് സ്ഥാപനങ്ങളുടെ ആഡ് ഇവർ കാണും.
അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമായിരിക്കില്ല ഒരേ സമയം 3-4 സ്ഥാപനങ്ങൾക്ക് എൻക്വയറി പോകും. അതെ, ആര് ഫസ്റ്റ് ഈ വേഗവിരൽ ചോദ്യം എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു പണ്ട് മുകേഷിന്റെ പരിപാടി. അപ്പൊ ഈ വേഗവിരൽ ചോദ്യത്തിൽ പറയുന്ന പോലെ എത്ര പെട്ടെന്ന് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കൺവിൻസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ആ കസ്റ്റമർ കിട്ടാൻ സാധ്യത ആദ്യം കിട്ടും. അപ്പം ആദ്യം വിളിക്കണമെങ്കിൽ നിങ്ങളെടുത്തൊരു സിസ്റ്റം ടൂളും വേണം. പ്രത്യേകിച്ച് എഡ്യൂക്കേഷനൊക്കെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോവാം. ഇപ്പൊ പ്ലസ് 2 പഠിപ്പിക്കുന്ന ഒരു ടീം അത്യാവശ്യം ഒരു ഹിറ്റ് ആയിരുന്നുണ്ടാ എല്ലാവരും കൂടി പ്ലസ് 2 പഠിപ്പിക്കാൻ പോകും. അങ്ങനെ എല്ലാവരും ഒരേ ഡിവിഷൻ. നമ്മൾ ചപ്പാത്തി കമ്പനി തുടങ്ങാന്നുണ്ട്, ഒരു ചപ്പാത്തി കമ്പനി തുടങ്ങി എല്ലാവരും ചപ്പാത്തി കമ്പനി തുടങ്ങും. കേരളത്തിൽ ഏറ്റവും വലിയ സിനാരിയോ ചപ്പാത്തി കമ്പനി ടർഫ്. ഇപ്പൊ പുതിയൊരു സംഗതി ഉണ്ട് അല്ലേ, ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പിന്നെ മൗസിന്റെ ബ്രാൻഡ് പിന്നെ മഞ്ഞ കളറിൽ അവിൽ മിൽക്ക് വെക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് കേരളം മുഴുവൻ മഞ്ഞ കളറിലുള്ള അവിൽ മിൽക്കാരെ കൊണ്ട് നടന്നു. അങ്ങനെ മൗസിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, മഞ്ഞയല്ല മൗസിയല്ല. അതായത് ഒരാൾ ചെയ്യുന്നത് കണ്ട് കോമ്പറ്റീഷൻ എങ്ങനെ ആളുകൾ ഭയങ്കര സ്പീഡിൽ ചെയ്തു പോകുന്ന ഒരു കാലം. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് റെസ്പോണ്ടർ നമ്മളാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എഡ്യൂടെക് പോലുള്ള സ്ഥാപനങ്ങളിൽ ടെലികോളേഴ്സ് ഉണ്ടാവും, കൗൺസിലേഴ്സ് ഉണ്ടാവും, അപ്പോൾ ഇവർക്ക് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ വരുന്ന എൻക്വയറി ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്ത ആൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് വിളിക്കുകയും വിളിച്ചിട്ട് അതിനൊരു റെസ്പോൺസ് എടുക്കുകയും അവരെ വേഗം ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാനൊക്കെ സാധിക്കും. അതൊരു ഞങ്ങൾ ഈ പറയുന്ന പ്രോസസ്സ് മാനുവലി ചെയ്തെടുത്തുനിന്ന് ഓട്ടോമേറ്റ് ചെയ്തപ്പോൾ, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലീഡ് വരുന്നത് മുതൽ അവരെ കോഴ്സിൽ എൻറോൾ ചെയ്യുന്നവരെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് ടെലികോളർ ഇതൊന്ന് മാനേജ് ചെയ്താൽ മതി. അപ്പോൾ അത്രയും പ്രോസസ്സുകൾ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സമയം ലാഭമാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ അഡ്വാൻറ്റേജ് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഇനിയിപ്പം ഫോളോ അപ്പ് ചെയ്യുന്ന സമയമാണെങ്കിൽ ഒരു CRM ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാലോ. ഇപ്പം നമ്മൾ ആദ്യം വിളിച്ച ഒരാൾ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാൾ കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നമുക്ക് പറ്റും, അവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവർ വല്ലയിടത്തും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരാൾ അതൊന്ന് മാറ്റാം അല്ലേ. അങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണത് അല്ലേ. കറക്റ്റ്. സോ CRM യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പ്രൊഫഷണലിയും പേഴ്സണലിയും ഉള്ള ഓരോ സെയിൽസ് പേഴ്സണിൻ്റെയും കൂടെ ഒരു ഗ്രോത്ത് നമുക്ക് ഇതിനകത്ത് കൂടെ പിന്നെ ഉറപ്പായിട്ടും നമുക്ക് ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾ കുറേ ടൂൾസ് ഉണ്ട്, കുറേ പ്രോഡക്ട്സ് ഉണ്ട്, നിങ്ങൾ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഫെയിൽ ആയിട്ടുണ്ടാവും. അതൊക്കെ ഫെയിൽ ആവട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഫെയിൽ ആയിക്കോട്ടെ, തെറ്റിയാണ് നമ്മൾ പഠിക്കുക. നമ്മൾ ആദ്യ ദിവസം തന്നെ CRM ഇംപ്ലിമെൻറ്റ് ചെയ്ത് വലിയ സക്സസ്ഫുൾ ആവുന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് സെയിൽസുകാരുണ്ടാവട്ടെ, ഒരുപാട് സെയിൽസുകാർ പുതുതായിട്ട് സെയിൽസിലേക്ക് വരട്ടെ, അവർക്കിതൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്രൊഫഷൻ ആവട്ടെ. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആഡ് റൺ ചെയ്ത സമയത്ത് ഓപ്പറേഷൻസ് മാനേജറിലേക്ക് ആഡ് ഇട്ട സമയത്ത് ഒരുപാട് ഓപ്പറേഷൻസ് മാനേജർ വന്നു, ഒരുപാട് ആൾക്കാർ ഓപ്പറേഷൻ മാനേജറിന് റെഡിയാണ്. നേരെ കുറച്ച് സെയിൽസിലേക്ക് ഇട്ടിട്ട് സെയിൽസിന് ആഡ് കോസ്റ്റും കൂടുതലാണ്, ആളുകളിട്ട് വരുന്നുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ട് സെയിൽസുകാർക്ക്. ആളുകൾക്ക് സെയിൽസ് എന്തോ ഒരു മടിയുള്ള, ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരു സാധനം. ഈ പറഞ്ഞ വിഷയം ഞാൻ വീണ്ടും പറയാൻ കാരണം, നിങ്ങൾ സെയിൽസിലേക്ക് വരൂ, നമുക്ക് ഒരുപാട് സെയിൽസുകാർ ഇവിടെ ഉണ്ടാവട്ടെ, വിൽക്കാൻ കഴിവുള്ള, നന്നായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള കൂടുതൽ ആളുകൾ സെയിൽസിലേക്ക് വരട്ടെ. അതാണ് നമ്മൾ ആഗ്രഹം. അതിന് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. വി വിൽ ഹെൽപ്പ് യു ഔട്ട്. ജസ്റ്റ് ഒന്ന് DM ചെയ്താലും മതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.